മജ്‌ലിസെ മൗലൂദ് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലൂദ് ഓതുന്ന സദസ്സുണ്ടാക്കൽ ദുസ്തുകെ യാ നഹി, ശരിയാണോ തെറ്റാണോ? അബ്ബല മറുപടി എന്താ പറയുന്നത്? നാ ജായിസെ ഓ റുജൂകെ, അതെന്തായിരുന്നാലും അനുവദനീയം അല്ല. അപ്പൊ തബ്ലീഗ് ജമാഅത്തുകാരുടെ വിശ്വാസപ്രകാരം മൗലൂദ് ഓതൽ തെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തബ്ലീഗുകാരുടെ സ്ഥാപനങ്ങളൊക്കെ നോക്കിക്കോ. മഞ്ചേരി വേട്ടേക്കോടടക്കം, കോഴിക്കോട് മസ്ജിദുന്നൂറടക്കം, ദാറുലും ദൈവബന്ധടക്കം, ഡൽഹിയിൽ കാണുന്ന ലോകത്തെ രണ്ടാമത്തെ കേന്ദ്രമാകുന്ന കൊറോണ പള്ളി എന്ന് കൊറോണ സമയത്തൊക്കെ പാടെ എഴുതിയുണ്ടാക്കിയ അവരുടെ ബംഗ്ലാവാലി മസ്ജിദ് അടക്കം തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ എവിടെയും നബിദിനാഘോഷമില്ല. നമ്മളെ നാട്ടിലെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ നമ്മളെ കൂടെ കൂടും. എന്തിനറിയോ? പതുക്കെ നിന്നിട്ട് അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് എടുക്കാനാ. ചെവിയിൽ വെള്ളം പോയാ തട്ടിയ പോരൂല. അപ്പൊ എന്താ ചെയ്യാ? കുറച്ചും കൂടി വെള്ളം പോരും, എന്നിട്ട് തട്ടും ഒന്നായിട്ട് പോരും. ഇതിനു വേണ്ടി ഇക്കുമത്തെടുക്കാണ്. അതും അവർ എഴുതി വെച്ചിട്ടുണ്ട്. നിസ്കരിപ്പിക്കലൊന്നും നമ്മളെ ലക്ഷ്യമല്ല. പിന്നെ ഹമാരാ പൂരെ ഹിസാബിക്ക് അലിഫ് ബേ തേ ഹേ ABCD മാത്രം നിസ്കരിപ്പിച്ചാല് അതിലൂടെ ആളുകളെ കൂട്ടുക, എന്നിട്ട് യഥാർത്ഥമായ പുത്തനാശയത്തിലേക്ക് ആളുകളെ നയിക്കുക. അങ്ങനെ മൗലൂദ് വേണ്ടാന്ന് പറയും, ഹദ്ദാദ് വേണ്ടാന്ന് പറയും, ഇസ്തിഹാസ വേണ്ടാന്ന് പറയും, ഖബർ സിയാറത്ത് വേണ്ടാന്ന് പറയും. പറഞ്ഞു 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 പറഞ്ഞ തബ്ലീഗ് നല്ലോണം ഗ്രിപ്പുണ്ടായി മൂത്തു വന്നാലോ പിന്നെ മരിച്ചോടത്ത് ഓത്തു പറ്റൂല. പിന്നെ മരിക്കുമ്പോ കൊണ്ടുപോകുമ്പോ ദിക്ർ പറ്റൂല. മരിച്ചതിനെ 3ഉം 7ഉം 14ഉം ആണ്ടും പറ്റൂല. ഉറൂസ് പറ്റൂല, ജാറം പറ്റൂല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറയുമ്പം എല്ലാറ്റും തെളിവന്റെ കയ്യിലുണ്ട്. ഉറുദു രേഖയുണ്ട്. നസീഹത്തുൽ മുസ്ലിമീൻ എന്ന കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെ തബ്ലീഗ് സ്ഥാപനത്തിന്റെ ആളുകൾ പുറത്തിറക്കുന്ന മലയാള ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പ് മുത്തനൂർ തങ്ങൾ ഇരിക്കുന്ന സ്റ്റേജില് ആ പുസ്തകമൊക്കെ പൊക്കി പിടിച്ച് ആ പുസ്തകത്തിനെ പറ്റി പറഞ്ഞിട്ട് അതിന്റെ ഓച്ചിന്റെ തൊട്ടടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ സമയമില്ലാത്തോടൊപ്പം കാണിക്കാത്തതാ. ആവശ്യമാണെങ്കിൽ ആവാം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടൊക്കെ ഞാൻ പറയാണ്, ജാഗ്രതൈ. റസൂലുള്ളാഹി പറഞ്ഞു, വഇയ്യാകും വഇയ്യാഹും, കീപ് ഡിസ്റ്റൻസ്. നല്ലോണം സൂക്ഷിക്കണം. പുതിയ മാറ്റം നമുക്ക് ആ പഴയ സുന്നത്യമായിട്ട് മതി. മരിച്ചെടുത്ത് ഓതണം. എടുക്കുമ്പോൾ യാസീൻ ചൊല്ലണം, കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണം, മറവെയ്ത് കഴിഞ്ഞാൽ തൽഖീൻ ഓതണം, തസ്ബീഹ് ചൊല്ലണം. പിന്നെ 3ഉം 7ഉം 14ഉം ആണ്ടും പൊരിയില് നടക്കണം. ഔലിയാക്കന്മാരെ ഉറൂസ് ചൊല്ലണം. ഇതൊക്കെ ചൊല്ലണോ? സുന്നിയായെങ്കിലേ നടക്കൂ. മുജാഹിദായി മകൻ പേച്ചാൽ, ജമാഅത്തിലേക്ക് മകളെ കെട്ടിച്ചയച്ചാൽ, തബ്ലീഗുകാരൻ മരുവനായി വന്നാൽ ഉറപ്പിച്ചോ, നിന്നെ മയ്യത്തിനടുത്ത് ഖുർആൻ ഓതൂല. ഓതുന്ന മുസ്ലിയാക്കന്മാരെ ആ മരിച്ച മയ്യത്തിന്റെ അടുത്തുനിന്ന് ആട്ടി ഓടിച്ചിട്ട് അവിടെ പോയി പ്രസംഗിച്ച ആളാണ് ഞാൻ, തബ്ലീഗ് ജമാഅത്തിനെതിരെ. ഇനി ഇതൊക്കെ പ്രസംഗിച്ച ക്ലിപ്പുകൾ മലയാളത്തിൽ തബ്ലീഗിന്റെ നേതാക്കന്മാര് ഇതിനെല്ലാം എതിർത്ത് പ്രസംഗിച്ച ക്ലിപ്പുകൾ ഏകദേശം 20 ചില്ലാന ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കാലഘട്ടം വരുമ്പോ ഇങ്ങനെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പലരും വരുന്നതാണ്. പുതിയ വാദങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിൽ കുടുങ്ങരുത്, പഴച്ചു പോകരുത്. അതുകൊണ്ടാണ് 1924 മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നപ്പോ അതിനെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വർക്കൽ ബാലവി മുല്ലക്കോത്തങ്ങൾ ഉണ്ടാക്കിയെടുത്തു. 41 മൗദൂദി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയപ്പോ ഹാജി മുഹമ്മദ് അലി സാഹിബ് കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോ നഖശികാന്തം അന്നത്തെ സുന്നി പണ്ഡിതന്മാർ അതിനെ എതിർത്തു. 952 തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സാധനം കേരളത്തിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഖാദിയാനിസവും വരുന്നത്. സമസ്തയിലെ കറാമത്തുള്ള പണ്ഡിതന്മാരാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ. ചെറുപ്പക്കാർക്കും കാരണന്മാർക്കും വേണ്ടി ഞാൻ പറയട്ടെ, അതേ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഖുത്ബിയോരുടെ കാലിന് പാമ്പ് കടിച്ചു. പാമ്പാണെന്ന് ഉറപ്പാ, വ്യക്തമായി. പല്ലിന്റെ അടയാളം കണ്ടു.
രക്തം കാലം വന്നു. ഹോസ്പിറ്റലിൽ പോകാൻ പലരും പറഞ്ഞു. കുത്തിബി പോയില്ല. തിരിച്ചു മടങ്ങി വരുമ്പോ കുത്തുബി ഉസ്താദിന് വിഷം തട്ടുന്നതിന് പകരം ആ കടിച്ച പാമ്പ് ചത്ത് കടക്കുന്നു. ആ കറാമത്ത് കാണിച്ച മഹാനാണ് കുത്തുബി ശംസുലുലമ. ആ കുത്തുബി ഉസ്താദ് എഴുത്തു കൊടുത്തയച്ചു സമസ്തയിലേക്ക്. ഇശാ മുഹമ്മദ് ഇല്യാസ രൂപീകൃതമായ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി അടുത്ത മുശാവറ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അങ്ങനെ മുശാവറ കൂടി 5 പണ്ഡിതന്മാരെ അക്കാലഘട്ടത്തിൽ, ഞാൻ ജനിക്കുന്നത് 1972 ഇത് തീരുമാനം 65 ഞാനൊക്കെ ഭൂമിക്ക് വരുന്നതിന്റെ 7 കൊല്ലം മുമ്പ് അന്നത്തെ മല പോലെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാർ മീറ്റിംഗ് കൂടിയിട്ട് 5 ആലിമീങ്ങൾ തീരുമാനിച്ചു. അവരിവരെ കിതാബുകൾ വെച്ചും മറ്റും പഠനം നടത്തിയപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു, മുജാഹിദിനെ പോലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തബ്ലീഗും ഒരു പഴച്ച കക്ഷിയാണ്. ബഹുമാനപ്പെട്ട ശംസുലുലമ ഈ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയും റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും കെ സ്വദഖത്ത് മുസ്ലിയാർ വണ്ടൂർ ഉസ്താദ് അല്ലാഹു എല്ലാവർക്കും മാഫറത്ത് കൊടുക്കട്ടെ വൈസ് പ്രസിഡന്റുമായ സമസ്ത അന്ന് തീരുമാനമെടുത്തു, ഈ തബ്ലീഗ് ജമാഅത്ത് പഴച്ച കക്ഷിയാണ്. അതിനുശേഷം മൗലാന നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ്, മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ എല്ലാവർക്കും മാഫറത്ത് കൊടുക്കട്ടെ, ഇവരൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടും പുസ്തകങ്ങൾ എഴുതിയിട്ടും ഇത് പിഴച്ച കക്ഷിയാണെന്ന് പ്രസംഗത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ആ മലബാർ ഭാഗത്ത് തബ്ലീഗിന് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാഞ്ഞാർ മൂസ മൗലാന എന്ന കേരളത്തിലേക്ക് തബ്ലീഗിനെ കൊണ്ടുവന്ന ആ മൗലവി മരിച്ചപ്പോ അയാളെ സ്വവനീർ ഇറക്കി. എന്റെ കയ്യിലുണ്ടത് കട്ടുള്ള ബുക്കാണ്. ആ പുസ്തകത്തിൽ പറയുന്നു, സമസ്തന്റെ തീരുമാനമില്ലായിരുന്നുവെങ്കിൽ തബ്ലീഗിന് മലബാറിൽ നല്ല വളർച്ച കിട്ടുമായിരുന്നു. അപ്പൊ ഉൾക്കാഴ്ചയുള്ള ആലിമീങ്ങള് അവർ ബാധ്യത നിർവഹിച്ചതാണ്. ഇതാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുതിയ ആശയങ്ങൾ വരുമ്പോ ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കേണ്ട മൂല്യമാര് അത് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ടാകും. മലായിക്കത്ത് ശപിക്കും. കാരണം എന്താ? ജനങ്ങൾ അതിൽ പെട്ടുപോകും. അവരറിയാതെ ഹദ്ദാദ് ഒഴിവാക്കും, അവരറിയാതെ വാപ്പാക്കുള്ള ആണ്ടുകൾ ഒഴിവാക്കും, മൗലൂദ് ചെല്ലാതെയാകും, കുത്തുബിയത്ത് അലർജിയാകും, റസൂലുള്ളാഹിന്റെ റൗളയും മമ്പർത്തപ്പാപ്പാന്റെ മക്ബറയും ഒന്നും വേണ്ട എന്നുള്ളിടത്തേക്ക് എത്തും. അത്തയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക എന്ന് പറയുമ്പം അവിടെ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി എന്ന് വിളിക്കുമ്പം അത് ഇസ്ലാമിന് പുറത്തു പോകുമെന്ന് പേടിക്കുന്ന ഘട്ടം വരും. ഇതെല്ലാം തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നതാണ്. തബ്ലീഗിന് ആധിപത്യമുള്ള തെക്കൻ ജില്ലകളിൽ പോയാൽ നമ്മളത് കാണുന്നതാണ്. ഇപ്പം കുറച്ചായിട്ട് നമ്മളെ ഭാഗത്തും തുടങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ പറയുന്നു. ചില പ്രത്യേക രോഗങ്ങളൊക്കെ വരുമ്പം ആരോഗ്യ വകുപ്പിന്റെ ആളുകൾ വന്നിട്ട് ചില വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. മാസ്ക് വെക്കണം, വെള്ളം ശ്രദ്ധിക്കണം, ബേച്ചിസ് പൊടി കലക്കണം, അകലം പാലിക്കണം, ഇത് അവരെ കടമയാണ്. ഇതുപോലെ ഇങ്ങനത്തെ വല്ലതും കേൾക്കുമ്പോ ഇത് പറയുന്നത് ഞങ്ങളെ കടമയാണ്. പറഞ്ഞാൽ ഞങ്ങളെ കടമ കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലാനും ദിക്ർ ചൊല്ലാനും വന്ന മുത്തുമൂമിനീങ്ങളെ നമുക്കതൊന്ന് ഫലപ്രദാകണ്ടേ. നാളെയും ഈ സ്വലാത്ത് നടത്താൻ ആള് വേണ്ടേ? നമ്മൾ മരിച്ച വല്യപ്പാക്കും വല്യമ്മാക്കും ഓതണില്ലേ? അവരാണ്ട് നടത്തുന്നില്ലേ? നമ്മൾ മരിച്ചിട്ട് നാളെ ഖബർ കിടക്കുമ്പോ ഞമ്മക്കും ഖുർആൻ ഓതാനും നമ്മൾ ആണ്ട് നടത്താനും നമ്മളെ പേരിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് ഉയർക്കാനും
മക്കൾ വേണ്ടേ, മരുമക്കൾ വേണ്ടേ, പേരക്കുട്ടികൾ വേണ്ടേ? വേണമെങ്കിൽ ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തിക്കോ. ജമാഅത്ത് ഇസ്ലാമി ആയാലും മുജാഹിദായാലും തബ്ലീഗ് ആയാലും ഖാദിയാനി ആയാലും ഒരു തീയും പൊരക്ക് നല്ലതല്ല, ഒരു ബിദ്അത്തും നമുക്ക് നല്ലതല്ല. അത് മനസ്സിലാക്കി സാമ്പിൾ മാത്രം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ വിശദമായ ഭാഗങ്ങൾ പിന്നെ ആകാമെന്നുണർത്തി അല്ലാഹു ജല്ല ജലാൽ നമ്മയും നമ്മുടെ കുടുംബ പാരമ്പര്യത്തെയും ശിഷ്യ പാരമ്പര്യത്തെയും ഖിയാമത്ത് നാൾ വരെ ഇത്തരം പഴച്ച കക്ഷികളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളും മരിച്ചാൽ നമുക്ക് വേണ്ടി കരമുയർത്തുന്ന, ഭക്ഷണം കൊടുക്കുന്ന, യാസീനോതുന്ന, ഖത്തം തീർക്കുന്ന, ഞങ്ങളെ നേർച്ചയും മറ്റും നടത്തുന്ന സുന്നികളായ പ്യൂർ സുന്നികളായ പാരമ്പര്യത്തിന് ഞങ്ങളെ മക്കളിലൂടെ, മരുമക്കളിലൂടെ, പേരമക്കളിലൂടെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ആ വലിയ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളായിരുന്നു മിസ്റ്റർ അസാസീൽ എന്ന് പറയുന്ന വ്യക്തി. അയാളാണ് ഇന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയായി മാറിയത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോടും ഉമ്പപെങ്ങന്മാരോടും ഞാൻ അധികം സംസാരിക്കൂല. വേറെ സ്ഥലത്ത് കറക്റ്റ് എത്താമെന്ന് ഏറ്റത് കൊണ്ട് ഉള്ള ചെറിയ സമയത്ത് ഞാൻ പറയുന്നു, ഇത്രയും വലിയ പദവി അലങ്കരിച്ച ആളായിരുന്നിട്ടും, അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ വിരാജിച്ച രാജാവായിരുന്നിട്ടും, 7 ആകാശലോകത്തും സുജൂദ് ചെയ്ത അത്രയും ഇബാദത്തുകൾ ചെയ്ത വ്യക്തിയായിരുന്നിട്ടും ഇന്ന് അയാൾ സ്വർഗത്തിൻ്റെ പുറത്താണ്. അയാളെ പേര് കേൾക്കുമ്പോഴേക്ക് നമ്മളെല്ലാവരും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലുന്ന ഇബ്ലീസാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇബാദത്തിന്റെ കുറവുകൊണ്ടല്ല, സ്ഥാനം കിട്ടാത്തതുകൊണ്ടല്ല, കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, സ്വർണപ്പാളിയോ വെള്ളിപ്പാളിയോ കൊണ്ടുപോയിട്ട് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ തട്ടം വലിച്ചിട്ടിട്ടില്ല, ഒരു കേസിലും കുലുമാലും കുടുങ്ങിയിട്ടില്ല, ഇങ്ങനത്തതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ അയാളെ കുറിച്ച് സ്വർഗത്ത് നിന്ന് നരകത്തേക്കാക്കിയത്? അറിയുകള് അല്ലാഹു തആല പറഞ്ഞ ഒരു ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു. ഒരു വിശ്വാസമുണ്ട്, സ്വർഗത്ത് പോകണമെങ്കിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു ആദർശമുണ്ട്. ഈ ആദർശത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് അയാൾ നിന്നപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ, വേഗം വിട്ടോ, അനക്ക് സ്വർഗം പറ്റൂല. ഏതാണത്? അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളതാണ്. കഥ ഞാൻ പറയണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാനെ, മനുഷ്യനെ അല്ലാഹു തആല പടച്ചു. ഈ ആദം നബി ആകുന്ന നബിക്ക് അല്ലാഹു ആദരവുകൾ കൊടുത്തു, ബഹുമാനം കൊടുത്തു. ഈ ബഹുമാനം ഒന്ന് പരിഗണിച്ച് ആദമിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യണം, ആദമിനെ ഒന്ന് ആദരിക്കണം. ഇത് കൽപ്പിച്ചപ്പോൾ ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്. എല്ലാ സുന്നി മൈൻഡുള്ള എല്ലാ മലായികത്തും സുജൂദ് ചെയ്തു. ഇബ്ലീസ് എന്ന് പറയുന്ന മലക്കുകളുടെ ലീഡർ ഒഴിച്ച് അയാൾ ന്യായം കണ്ടെത്തിയിട്ട് പറഞ്ഞു, അഅ്ജുദു ലിമൻ ഖലഖത തീനാ. ഇത്രയും കാലം, ആയിരക്കണക്കിന് കൊല്ലം അല്ലാഹു ആകുന്ന നിനക്ക് ഇബാദത്തെടുത്ത സുജൂദ് ചെയ്ത ഞാൻ, ഈ മലക്കുകൾക്ക് മുഴുവനും നേതാവായ ഞാൻ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, ഇന്നലെ ഇങ്ങോട്ട് വന്ന മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ? ഇതിൽ ലേശം പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ, നിനക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. സ്വർഗം കിട്ടണോ? ഞാൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, ആദരിച്ചതിനെ ആദരിക്കണം.
അള്ളാഹ് തീരുമാനിച്ചു. അങ്ങനെയാണ് സ്വർഗത്ത് നിന്ന് ഇബ്ലീസ് പുറത്തായത്. അല്ലാതെ ഇബാദത്തിന്റെ കുറവുകൊണ്ടും പെരുമാറ്റ ദൂഷ്യം കൊണ്ടും വളരെ വലിയ നമ്മളെ ദൃഷ്ടിയിൽ വല്ല കൊലപാതകവും അക്രമമൊന്നും ചെയ്തുകൊണ്ടല്ല. ഇനി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പദവിയിലാണ്. മലായിക്കത്തിനേക്കാളും വലിയ പദവിയിലാണ് ആര്? 1.25 ലക്ഷം അമ്പിയാക്കന്മാർ. ഈ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ ലീഡറാണ്, നേതാവാണ് നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം വഅ്ള് പറഞ്ഞ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് ആൾക്കാർ പറഞ്ഞത് കേൾക്കാതെ വന്ന് നൂഹ് നബി ദുആർന്നപ്പം അല്ലാഹു തആല ഒന്നായിട്ട് വെള്ളപ്പൊക്കം കൊടുത്ത് കൗമനെ മൊത്തം നശിപ്പിച്ച നബിയാ. അത്രയും വലിയ നബിയാ. ആ നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞു വെള്ളപ്പൊക്കം വരും, അതുകൊണ്ട് എന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ആൾക്കാരും തോന്യാസം ചെയ്ത ആളുകളൊക്കെ ഞാൻ നശിപ്പിക്കും, നിങ്ങളെയും നിങ്ങൾ അഹ്ലുകാരെയും രക്ഷപ്പെടുത്താം. അഹ്ലുകാർ പറഞ്ഞാൽ ഭാര്യ മക്കളാണ് അഹ്ലുകാർ. ഇവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്താൻ നല്ല വാക്ക് കൊടുത്തു. അങ്ങനെ വെള്ളപ്പൊക്കം കിട്ടുവന്ന് സുബ്ഹാനല്ലാഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെല്ലാം കപ്പൽ ഇങ്ങനെ കയറി. ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോ ഒരാളുണ്ട് അപ്പുറത്ത് ഇങ്ങനെ നിൽക്കണം. ശ്രദ്ധിച്ചു നോക്കുമ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കൻആന. നൂഹ് നബി പറഞ്ഞു, എടാ കപ്പലിൽ കയറിക്കോ, വെള്ളം വരും, മുങ്ങിച്ചാവും. മകൻ പറഞ്ഞു, വാപ്പ നിങ്ങളെ കപ്പലിൽ ഞാൻ കയറാം, പക്ഷെ നിങ്ങൾ ആശയം ആദർശമൊന്നും അംഗീകരിക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ വേറെ ആദർശത്തിലാണ്. നൂഹ് നബി പറഞ്ഞു, അത് പറ്റൂലടാ, എൻ്റെ ആദർശം അംഗീകരിച്ചവർക്ക് ഈ കപ്പലിൽ കയറാൻ പറ്റുള്ളൂ, പടച്ചോന്റെ ഓർഡർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മരന്റെ മേളിലേക്ക് രക്ഷപ്പെടുത്തോളാം, സാദി അലാ ജബലിൻ, നിങ്ങളെ കപ്പൽ കയറൂല. നൂഹ് നബിയും തീരുമാനിച്ചു, പടച്ചോനെ എൻ്റെ മകനാണല്ലോ അത്, എൻ്റെ മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ എനിക്ക് വാക്കുന്നതാണല്ലോ, അതുകൊണ്ട് ആ മകനെ ഒന്ന് എൻ്റെ കപ്പലിൽ കയറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ എനിക്കൊരു സമ്മതം തരണം. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ എന്തിനായി ആമുഖം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി വന്ന, ദിക്ർ ചൊല്ലാൻ വേണ്ടി വന്ന, ദുആ ചെയ്തുകൊണ്ട് ഉത്തരം കിട്ടണമെന്ന ചിന്തയിൽ വന്ന എൻ്റെ മുത്ത് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ വിളിച്ചിട്ട് പറയുന്ന വാക്ക്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. ഓ നൂഹേ, ആ മകനെ കപ്പൽ കയറ്റാൻ പറ്റൂല, കാരണം അത് നിങ്ങളെ മകനല്ല. മകനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ ബാപ്പാന്റെ മകൻ തന്നെയാണ്. പക്ഷേ ആദർശം പിഴച്ചപ്പോ, ഈമാന് മാറിയപ്പോ, വിശ്വാസം പിഴച്ചപ്പോ മകന്റെ സ്ഥാനം അല്ലാഹു വകവെച്ചു കൊടുത്തില്ല. ഞമ്മക്ക് ചിലപ്പോ നമ്മളെ മക്കൾ പിഴച്ചു പോകുമ്പോ പടച്ചോൻ കാത്തിരിച്ചിക്കട്ടെ, നമ്മളെ എളാപ്പ, നമ്മളെ മൂത്താപ്പ, നമ്മളെ അളിയന്, നമ്മളെ അമ്മോന്, അങ്ങനത്തെ ആളുകളൊക്കെ ആദർശം മാറുമ്പം നമുക്ക് ചെറിയൊരു വിഷമം. അങ്ങനെയൊക്കെ നിലപാട് ഓരോട് സ്വീകരിക്കണോ? അമ്മോനല്ലേ, അമ്മോശനല്ലേ, വല്യാപ്പിയല്ലേ, എളാപ്പിയല്ലേ, അയലോക്കക്കാരനല്ലേ, അങ്ങനെ അങ്ങോട്ട് ഇപ്പൊ നമ്മള് അങ്ങനെയൊക്കെ പറയണോ എന്നൊരു ചിന്ത വരും. എന്നാ 950 കൊല്ലം വാതു പറഞ്ഞ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ശൈഖുൽ അംബിയ ആയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വന്തം മകനെ കുറിച്ച് അല്ലാഹ് പറയുന്നു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിങ്ങൾ ആദർശം അംഗീകരിച്ച ആളല്ല, അതുകൊണ്ട് തൽക്കാലം ഈ കപ്പലിൽ കയറ്റാൻ പറ്റൂല. അല്ലാഹു അദാബാക്കി ഇറക്കിയ ആ വലിയ വെള്ളപ്പൊക്കത്തില് മുഴുവൻ മനുഷ്യന്മാരും ചത്തു തീർന്നപ്പോ നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച 80 ആളുകൾക്ക് മാത്രം കപ്പലിൽ പെർമിറ്റ് കൊടുത്തപ്പോ ഒരു പ്രവാചകനായ നൂഹ് നബിന്റെ മകന് അല്ലാഹു പെർമിഷൻ കൊടുത്തില്ല. എന്തേ? വിശ്വാസം വെച്ചു, ആദർശം വെച്ചു.
ആദർശം പിഴച്ച പിന്നെ നമ്മൾ എത്ര സലാത്ത് ചൊല്ലിയാലും, എത്ര ദിക്ർ ചൊല്ലിയാലും, എത്ര സ്വതക്ക കൊടുത്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര ഖത്തം തീർത്താലും അല്ലാഹു അത് പരിഗണിക്കേയില്ല. ആലോചിച്ചോളിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇപ്പൊ പള്ളി. ആ പള്ളിയടക്കം റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ കൂട്ടരുണ്ടാക്കി. റസൂലുള്ളാഹിനുള്ള കാലത്ത് അമേരിക്കനും ജർമ്മനിന്നും ആൾക്കാർ വന്ന് കണ്ടല്ല, മുസ്ലിമിന്റെ പള്ളി നിസ്കരിക്കാൻ വരണേ, മുത്തുനബിന്റെ കൂടെ തന്നെ ക്ലാസ്സൊക്കെ കേൾക്കണേ, വാല് കേൾക്കണേ, മുത്തുനബി ചോദിക്കുമ്പോ പിരിവ് എടുത്തു കൊടുക്കണേ, എല്ലാ സഹായത്തിനും മുമ്പ് ഉണ്ടാകണ കുറച്ച് ആൾക്കാർ. ഞാൻ പറയണ ശ്രദ്ധിക്കണം, ഞാൻ പോയിന്റിലേക്ക് എത്തുകയാണ്. ആ ആളുകൾ പള്ളി ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണോന്നും പറഞ്ഞു. നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആയിക്കോട്ടെന്നാല് എന്ന് വിചാരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി പോകാനൊരുങ്ങുമ്പോ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ ഒന്ന് വഹ്യേറ്റ് എന്താ പറഞ്ഞ നിങ്ങള്? ലാ തഖും ഫീഹി അബദാ, നിങ്ങളെ പള്ളിക്ക് കേൾക്കാൻ വരുന്നേ, നിങ്ങളെ ക്ലാസ് കേൾക്കണേ, നിങ്ങൾ ചോദിക്കുമ്പം പിരിവ് തരുന്നേ, ഈ പ്രവർത്തനത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകുന്ന കുറച്ചാൾക്കാർ പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ, ഓലെ കയ്യിരിപ്പ് ശരിയില്ല, ഓലെ വിശ്വാസം ശരിയല്ല, താടി ഒരുപക്ഷെ വലിയ താടിയാകും, ഒരുപക്ഷെ തസ്ബീഹ്മാല കയ്യിലുണ്ടാകും, കണ്ടാ നല്ല ചിരി പാസാക്കറുണ്ടാകും, ചോറൊക്കെ ഇങ്ങോട്ട് വെച്ചുണ്ടാക്കി തരും, കണ്ട പല വിനയം കാണിക്കും, എല്ലാ തഹജ്ജുദും ദുഹക്കെ നിസ്കരിച്ചും. പക്ഷേ അവരുടെ പള്ളിയിൽ ഉദ്ഘാടനത്തിന് തങ്ങൾ കൂടാൻ പാടില്ല എന്ന് മാത്രല്ല, ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ റക്അത്തും ആ പള്ളിയിൽ പോയി നിസ്കരിക്കരുത്. ഇതല്ല മുത്തനബിയോട് വിളിച്ചു പറയാം. ഇതേ കാരണം നിങ്ങള് വിശ്വാസം ശരിയല്ല, വിശ്വാസം ക്ലിയർ അല്ല, ഞാൻ എന്താണ് സ്വർഗത്ത് കടക്കൂല. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. സാധാരണക്കാർക്കൊക്കെ അതിന്റെ മാന അറിയും, അതിന്റെ ലഫ്ള് അറിയില്ലെങ്കിലും. ഏതാണത്? സതഫ്തരികു ഉമ്മത്തി അലാ സലാസത്തിൻ വസബഈന മില്ല. എന്റെ ഉമ്മത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഉമ്മത്ത് അവർ 73 വിഭാഗങ്ങളായി പിരിയും. റസൂലുള്ളാഹി പറയാണ്, നബുവത്തിന്റെ നാവ് കൊണ്ട് കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തുകളാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു കക്ഷി ഒഴികെ, ഒരു കൂട്ടരല്ലാത്ത എല്ലാവരും നരകത്തുക്കാണ്. ഇത് സമസ്ത പറയല്ല. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ ഖലീൽ തങ്ങളോ അല്ലെങ്കിൽ എ പി ഉസ്താദോ റയീസുൽ ഉലമയോ പാണക്കാട്ട തങ്ങളോ അങ്ങനെയൊന്നും അല്ല. വലിയ തങ്ങൾ പാപ്പ പറയുകയാണ് 73 വിഭാഗമായി പിരിയും, എല്ലാവരും നരകത്തിലാണ്, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ സ്വർഗത്തേക്ക്? അപ്പൊ റസൂലുള്ളാഹി കൊടുക്കണ മറുപടി എന്താ? നിസ്കരിക്കണം, നോമ്പൊരുക്കണം, സക്കാത്ത് കൊടുക്കണം, കള്ളുടിച്ചാത്ത വ്യഭിചരിക്കാത്തവരെന്നല്ല, അങ്ങനെയല്ല പറയണത്. ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് സ്വർഗത്തില്. അപ്പൊ അല്ലാത്തവർ നരകത്തിലാണ്. അത് വേറെ ഹദീസിൽ റസൂലുള്ളാഹി തെളിയിച്ചു പറഞ്ഞു, സയകൂനു ഫി ആഖിരിൽ സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ പറ്റിക്കും, ആയത്തും ഹദീസും ഓതിയിട്ട് നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ വിചാരിച്ചത് നേരെ മുസാഫിനെ നടക്കേണ്ടങ്ങളാണ്, നല്ല മനുഷ്യന്മാരാന്ന് വിചാരിക്കും. പക്ഷേ അത്തരം ആളുകൾ ബിദ്അത്തുകാരാണ്, നരകത്തിലേക്കുള്ള 72 കക്ഷികളാണ്. ഫഇയ്യാകും വഇയ്യാഹും, നിങ്ങൾ അവരുമായി ദൂരം പാലിക്കണം, അവരുമായി ലോക്യം കൂടരുത്,
അവർക്ക് സഹായങ്ങൾ ചെയ്യരുത്, അവരോട് സഹകരിക്കരുത്, അവരുടെ ഹൽക്കകളിൽ ഇരിക്കരുത്, അവരുടെ പുസ്തകങ്ങൾ വായിക്കരുത്. ലായല്ലൂനക്കും വലായത്തിനൂനക്കും, അവർ നിങ്ങളെ പഴപ്പിക്കാൻ ഇടവരരുത്, നിങ്ങൾ ഈമാൻ ഫിത്നയാക്കാൻ ഇടവരരുത്. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിച്ചതനുസരിച്ച് കുറേ സംഘങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്, കേരളത്തിലും കുറേ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമല്ല. താത്തൂറുസ്താ നല്ല വാലുകൾക്ക് പറഞ്ഞു തരും. അത് ഫലപ്രദമാകാൻ വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ മാത്രമേ ഞാൻ ചെയ്യണത് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ പണ്ടൊക്കെയാണെങ്കിൽ ഇസ്ലാം മുസ്ലിം എന്നാൽ പറഞ്ഞാൽ എല്ലാവരും പെട്ടിരും. ഇപ്പൊ മുസ്ലിമെന്ന് പറഞ്ഞാൽ തന്നെ ചോദിക്കും അത് ഏത് വിഭാഗമാണ് നിങ്ങൾ ഏതാണത്? ഒന്ന് മുജാഹിദ്, ഒന്ന് ജമാഅത്ത്, ഒന്ന് തബ്ലീഗ്, ഒന്ന് ഖാദിയാനി, ഒന്ന് മുഅ്തസിലി, ഒന്ന് റാഫിളി, ഒന്ന് ഇരുമ്പുയി, പിന്നെ അങ്ങോട്ട് തുടങ്ങിയ പോലെ സാധനങ്ങൾ. മുജാഹിദ് തന്നെ ജിന്ന് ചെയ്ത്താന്, കുട്ടി ചെയ്ത്താന്, ഇഷ്ടം മറ്റേ മറിച്ചതിന് കുറെ ജാതി. അങ്ങനെ തബ്ലീഗുകാരും തന്നെ 2 ഗ്രൂപ്പായിട്ട് ഓരോ അങ്ങനെ നോക്കുകയാണ് നിങ്ങൾ. പക്ഷെ ഇതിലൊക്കെ എന്താ നിങ്ങൾ ഇതൊക്കെ പേരിങ്ങനെ പലതും ആണെങ്കിലും ഞാൻ പേരെടുത്ത് പറയണത് വെറുപ്പ് കാണിക്കാൻ വേണ്ടി, പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല, ആളുകൾക്ക് വ്യക്തമായിട്ടൊന്ന് തിരിയാൻ വേണ്ടിയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം പരലോകത്ത് പടച്ചോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നരകത്ത് കിട്ടാൻ അതിൻ്റെ സങ്കടം ആലോചിച്ച് നോക്കുക. നിങ്ങൾ നിസ്കരിച്ച, നോൻപ് വെൽക്കുക, സകാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ദിക്ർ ചെല്ലുക, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെയും നരകത്ത് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ പക്ഷേ ഈ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി, റാഫിളി, മുഅ്തസിൽ, ചകരി, ഇരുമ്പി, ഞാൻ പലതും പറഞ്ഞല്ലോ, ഈ ടീമിൽ എല്ലാവരും കൂടെ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ പേരിങ്ങനെ പലതാണെങ്കിലും സ്വഭാവം നോക്കുമ്പോൾ എല്ലാറ്റും ഏകദേശം ഒന്ന് ഞാൻ പറഞ്ഞുതരാം സമയമുള്ള സമയത്തിനനുസരിച്ച്. മറ്റൊരു ഇതൊക്കെ പുതിയ കക്ഷികളാകുമ്പം അതിനൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാരാവും. നമ്മൾ സുന്നത്തമായിട്ട് ഉണ്ടാക്കിയത് അള്ളയാണ്. അതുകൊണ്ട് ആരാണ് സുന്നി ഉണ്ടാക്കിയത്, സുന്നി ഉണ്ടാക്കിയ ഡേറ്റ് ഏതാ ചോദിച്ചാൽ ആർക്കും പറയേണ്ടവല്ല. അത് അള്ളാന്റെ മതാണ്, മുത്തർബി പൂർത്തിയാക്കിയതാണ്. പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോയി ഇരിക്കുന്ന ഉസ്താദന്മാർക്കൊക്കെ അതിന് സക്കാഫി ആയാലും ഫൈസി ആയാലും ദാരിമി ആയാലും ആരാണെങ്കിലും അസിനി ആണെങ്കിലും അല്ലസിനി ആണെങ്കിലും ഒക്കെ സനത് ഇങ്ങനെ പറയാനുണ്ടാവും. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വരെ മുട്ടുന്ന. അതേ സമയത്ത് ബാക്കി എല്ലാ കക്ഷികളും വിശദമായി പറയല്ല. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഒരു തുറന്ന ഭാഷയിൽ പറയും അത് ഹിജറ 1711 നജിൽ പൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റ ആണ് ഈ പ്രസ്ഥാനത്തിന് പതാകവാഹകൻ. അപ്പോൾ വഹാബി പ്രസ്ഥാനം ഞങ്ങൾക്ക് അധികാരം കിട്ടിയ മദീനത്തെ പച്ചക്കുപ്പിയൊക്കെ ഞങ്ങൾ ബുൾഡോസ് കൊണ്ട് പൊളിക്കും എന്ന് പറഞ്ഞ, റസൂലുള്ളാഹി തങ്ങള് ദിവസം 100 തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ, സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ മുജാഹിദ് അതുണ്ടായിരുന്നത് 1921 കേരളത്തിലേക്ക് എത്തുന്നത്. ഇബ്നു അബ്ദുൽ വഹാബാണ് അത് ഉണ്ടാക്കുന്നത്. 1915 നജീദ് പൂജാതനായ. ഈ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ തന്നെയാണ്, പറയാതെക്കാൻ പറ്റൂല. 1941 ഓഗസ്റ്റ് 25-26 ആ സാധനം അള്ളാന്റെ ഭൂമിയിൽ സയ്യിദ് അബുലാല മൗദൂദി ഉണ്ടാക്കണം. ഇത് ഓരോ വിധിച്ചതാണ്. ഇതേപോലെ 1917 തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ ഷാ മുഹമ്മദ് ഇല്യാസ് കാന്തലവി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയത്. ഇത് അൽബലാഗിലുണ്ട്, ഹക്കീഖത്ത് മാസികയിലുണ്ട്, തബ്ലീഗ് 2 മാസികന്റെ പേരാ. എൻ്റെ ഒക്കെ പറഞ്ഞേ ഇത് എന്ന് പറഞ്ഞ അറബി പത്രത്തിലും പറയട്ടെ. ഇന്ന ജമാഅത്ത് ദഅവത്തി തബ്ലീഗ് അല്ലത്തി അൻശഅഹാ അശ്ശൈഖു ദാഇ അൽ ജലീൽ മുഹമ്മദ് ഇസ്മായിൽ കാന്തലവി. എന്നിട്ട് എന്ന് പറഞ്ഞ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. പറയാൻ കാരണം എന്താ, നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥയല്ല, മൊത്തത്തിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഇപ്പോ ഒരു പരിഷ്കരണ ചിന്ത പലയിടത്തും വരികയാണ്. ആ സുന്നി മൈൻഡ് വിട്ടിട്ട് ഇങ്ങനെ എന്താ ഒരു മുജാഹിദ് ആയാല്, എന്താ ജമാഅത്തായാല്, അങ്ങനെ കുറച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇടക്ക് വെച്ചിട്ട് മുജാഹിദ് ചെറിയൊരു പിളർപ്പും ജിന്ന് കയറി കൂടലും ചീത്താൻ അളകലും ചെറുക്കലും ഒക്കെ ഉണ്ടായി. ഇപ്പൊ മുജാഹിദികൾ ചില മന്ത്രിച്ചു പോകാൻ തുടങ്ങിയിരിക്കണ്. മരിച്ചോടത്ത് മലയാളത്തിലൊക്കെ 2 കൽമത്ത് ദ്വാരക്കുന്നുണ്ട്, പ്രസംഗം കഴിഞ്ഞാൽ സലാത്തിലുണ്ട്. അത് മറ്റവർക്ക് പറ്റണില്ല. അപ്പോൾ ഇങ്ങോട്ട് എതിർത്ത് ഒരു ഇസ്ലാമിന് പുറത്തു കൗത്തുകയൊക്കെ ചെയ്ത് നമ്മളൊക്കെ ഏർവാടിക്ക് പോകുമ്പോൾ ഒരു ചെറുവാടിക്ക് പോകാൻ തുടങ്ങിയിരിക്കും. അങ്ങനെയുണ്ട്.
അത് നിങ്ങൾ ഇവിടെ ഉണ്ടോ വെച്ചാൽ അറിയില്ല, അതാ ഞാൻ പറഞ്ഞേ. മുജാഹിദീങ്ങൾ അങ്ങനെ വന്നപ്പം അവരെ കൂട്ടത്തിൽ നിന്ന് ചിലർക്കൊരു അസ്വസ്ഥത, എന്നാ സുന്നിക്ക് പോരാനവർക്ക് ധൈര്യമില്ല. അങ്ങനത്തെ ആളുകൾ കൂടിയിട്ടാണ് ഇപ്പൊ തബ്ലീഗിന്റെ പരിപാടി. ഒരു പ്രത്യേകത ഉണ്ട്, എന്താ വെച്ചാൽ കണ്ട നല്ല സുന്നികളാണ്. താടി നല്ല നീട്ടിയ താടി ഉണ്ടാവും, വാലിച്ച തലീക്കെട്ടുണ്ടാകും, വേണമെങ്കിൽ കീശിയിലൊരു അറാക്കന്റെ കുറ്റി ഉണ്ടാകും, കയ്യിൽ തസ്ബിമാരുണ്ടാകും. കണ്ട അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞിക്കാണ്ട് മനുഷ്യരെ ചാക്കിലാക്കണ സലാം പറച്ചിലുണ്ടാകും. ഭയങ്കര ചിരിയാണ്. പക്ഷെ തെറ്റ നല്ലോണം തല്ലും, വണ്ടി കാറ്റ് വെച്ചു, സ്റ്റേജും വെക്കവും, കസേര വലിച്ചേറി, അതൊക്കെ ചെയ്യും. ഇതൊക്കെ എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചുരുക്കി പറയട്ടെ, അങ്ങനത്തെ തബ്ലീഗ് അവർ നോട്ടീസും പോസ്റ്ററും ഒന്നും ഒട്ടിക്കൂല. അവരിങ്ങനെ നടക്കും, ഏതെങ്കിലും ആളോ ഇങ്ങനെ നിക്കാരപ്പള്ളി ഉണ്ടോ, എന്നിട്ട് അവിടെ കെട്ടും മാറപ്പ് കെട്ട് ഇങ്ങനെ കൂടും. ഒരു സ്റ്റൗ ഉണ്ടാവും, മല്ലിച്ചപ്പം പൊതിയും തക്കാളിയും ഒക്കെ കൊണ്ടുവന്നിട്ട് ചോറൊക്കെ ഓരോന്നും ഉണ്ടാക്കും. എന്നിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ദീനീ ദഅവത്ത് നടത്താൻ 12 ദിവസം 15 ദിവസം ഒക്കെ ആൾക്കാരങ്ങ് വിളിച്ചു വിട്ടു. എന്നിട്ട് ചോറൊക്കെ വെച്ചു കൊടുക്കും, എന്നിട്ട് കാര്യങ്ങൾ പറയും. ചില സ്ഥലത്ത് അങ്ങനെ പള്ളി കിട്ടൂല, അപ്പൊ ചിലപ്പോൾ ചില വീട് കിട്ടുമോ നോക്കും, ഒഴിഞ്ഞ വീടുകൾ. എന്നിട്ട് അവിടെ ഇങ്ങനെ കൂടി അടിച്ചിട്ട് അങ്ങനെ ആൾക്കാരെങ്ങനെ ഒരു 10 വട്ടം വരുമ്പോ 2 ആളെങ്കിലും കിട്ടിയെങ്കിലോ. ഞാനും സത്യത്തിൽ നിങ്ങളിങ്ങനെ കണ്ടപ്പം വിചാരിച്ചിരുന്നു നല്ല മനുഷ്യന്മാരാ, കാരണം അവരെ പെരുമാറ്റമൊക്കെ കണ്ടപ്പം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലും ഞാൻ എതിർത്തില്ല. പക്ഷെ കൂടെ കടക്കുമ്പോഴല്ലേ രാപ്പനി തിരിയുള്ളൂ. ഞാൻ ഇവരെ പറ്റി പഠിച്ചാൽ വേണ്ടി ഉത്തരേന്ത്യയിലേക്ക് പോയി. അപ്പോഴാണ് ഈ സാധനം ഉണ്ടായത് അവിടെയാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ പോയതാണ്. അപ്പം എനിക്ക് മനസ്സിലായി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയുന്ന കാര്യങ്ങൾ വേറൊരു കോലത്തിൽ ഇവർ പറയും. പക്ഷെ അത് നമുക്ക് തിരിയില്ല, അവ അറിയാത്തൊരു കൂടും. ഏതൊരങ്ങൾ ഊറ്റമ്പാറ ഉസ്താദ് ഉദാഹരണം പറയരുത്. നമ്മളെപ്പത്തെ ചെറുപ്പക്കാർ കുട്ടികളെ വിളിച്ചിക്കാണ്ട് വരികടാ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാ എന്നാ നമുക്ക് കുറച്ച് ആഫിയത്തൊക്കെ കിട്ടുമെന്നാണ് കാണ്ട് ഒരു പാത്രത്തിൽ കഞ്ഞിൻ്റെ വെള്ളം പറമ്പി കയ്യിലിട്ടാൽ എന്ന് പറയും, കിട്ടൂല. ഇതേനെ മറിച്ച് നല്ല നിങ്ങളുടെ ക്ലാസ്സിലാക്കി ഒരു സ്ട്രോക്ക് വെച്ചിക്കാണ്ട് ഇങ്ങനെ എന്താ അത് റൈസ് ജ്യൂസാ, എന്നാ കുഴപ്പമില്ല. ഈ പാത്രത്തിലെ കഞ്ഞിൻ്റെ ഉള്ള ഈ ക്ലാസ് എത്ര റൈസ് ജ്യൂസ് പേര് മാറ്റി നോക്കുമ്പോ കുടിച്ചാലായിട്ട് നിങ്ങൾ. ഇതേപോലെ ഈ പറഞ്ഞ വഹാബി ആശയത്തിന് താടി വെച്ചുകൊടുത്ത് തലകെട്ട് വെച്ചുകൊടുത്ത് തസ്ബീഹ് വെച്ച് ഒരു പ്രത്യേക മൈൻഡിലായപ്പോ അതിനാളെ കിട്ടി ഇതാ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയണത്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, അതുണ്ടാക്കിയ ഷാ മുഹമ്മദ് ഇല്യാസ് കാംദലവി അയാളത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ പറയുന്നുണ്ട്. खुशकी की वजह से नींद कम होने लगे थे तो मैं डॉक्टर हकीम से मशवरा से सलमे तेल की मालिश कराइए. ഇതൊക്കെ സാധനം എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് ആകെ 1.5 മണിക്കൂർ അവിടെ ഉണ്ട്. അത് ഓരോന്ന് വായിച്ചുമ്പോഴേക്ക് നേരം വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണാപ്പാടം പറയാൻ തീരുമാനിച്ചു. സംഗതി ഇല്ലാത്തതുകൊണ്ടല്ല, അത് ഒരു സാമ്പിളായിക്കോട്ടെ. ആവശ്യമാണെങ്കിൽ വിശദമായിട്ട് പിന്നെ നമുക്ക് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നോക്കാം. ഏതോ ഞാൻ പറയണം എന്താ നിങ്ങൾ, അയാൾ പറയാണ് ഇപ്പം ഈ ചൂടുമ്പോൾ എടുത്തിട്ട് എനിക്ക് ഉറക്ക് വരുന്നില്ല. ചൂടുമ്പോഴാണ്ട് സുഖമില്ലാതിട്ട് ഉറക്ക് വരുന്നില്ല. ഞാൻ വൈദ്യരെടുത്ത് വന്നപ്പോൾ വൈദ്യർ പറഞ്ഞു തലയിൽ എണ്ണ ഇടുക, എന്നിട്ട് മാലീസ് ഇടുക, അപ്പൊ കുറച്ച് ഉറക്ക് കിട്ടിക്കോളൂ. ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ തലക്ക് സുഖമില്ലാതെ നിന്നപ്പം എണ്ണിട്ടിട്ട് ആ തലയിൽ മാരീസിട്ട് കടന്നുറങ്ങിയപ്പം ഉറക്കത്ത് കിട്ടിയ വെളിപാടനുസരിച്ചാണ് ഞാൻ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയത്. പക്ഷീന്ന് പറഞ്ഞുകള് അയാൾ. പക്ഷെ അത് ഉറുദൂലാന്നേ ഉള്ളൂ. നമ്മളെ പല ആളുകൾക്കും അതാണ് അറ്റങ്ങളെ പറ്റി വല്ലാതെ തിരിയാത്ത. ആരും കുറ്റം പറയണ്ട, നല്ലതാന്ന് വിചാരിച്ച് വേഷം കണ്ട് തോന്നിപ്പോവുകയാണ്. പക്ഷെ സംഗതിയിലുള്ള ഉള്ളു ഇതാണ്, ഉറുദൂലായതുകൊണ്ട് അറിയില്ലല്ലോ. അപ്പോലെ പറ്റി പഠിച്ചടന്ന് ഒന്നും കൂടി തോന്നി. അപ്പൊ നോക്കുമ്പോ അതേ കിതാബ് തന്നെ പറയുന്നുണ്ട് നബിമാർ. ആ നബിമാരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം വജൂദ് മാസൂമ महफूज है और उलूम हिदायत बराबर तक तरह से हासिल करते हैं. അമ്പിയാക്കന്മാർ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്, മാസിമുകളൊക്കെ തന്നെയാണ്. അല്ല വഹയ്യൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പടച്ചോൻ കൊടുക്കണ വഹയ് ജനങ്ങളടിയിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പോകുമ്പോ ഹർ तरह लोगे से मिलना जुलना उसके पास आना जाने होता है तो
ആ ജനങ്ങളുമായി ഇടകഴകിയിട്ട് പോകുമ്പോ അവരുടെ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ദുശ്ചൈതികളും മുത്ത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിനെ ഇങ്ങോട്ട് സ്വാധീനിച്ചിരുന്നു. അപ്പൊ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞേച്ച നബിമാര് ജനങ്ങളടിയിൽ പോയിട്ട് നാശായിരുന്നു. ഈ വിശ്വാസം വിശ്വസിച്ചാ മുസ്ലിമാകുമോ? ആലോചിച്ചോളിങ്ങൾ. ഇനി പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പറയാണ്, നമ്മളെ നബിയാകുന്ന മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? യാ റസൂലല്ലാഹ് പുകാർനാ ദുരുസ്ത് ഹേ യാ നഹി. ബാക്കി മുഹദ്ദിസ് ശൈഖല്ല, റിഫായി ശൈഖല്ല, കുതുബിയത്തു അദ്ദാദു അതൊന്നുമല്ല. നബിയേ എന്നൊരാൾ ദൂരത്തുനിന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് പറ്റുമല്ലേ? ഒരു ചോദ്യം റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന വലിയ നേതാവിനോട്. ആ റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തബ്ലീഗുകാർ വരാറുണ്ടെങ്കിൽ ഓലിങ്ങനെ വട്ടിട്ടിട്ട് ഇരിക്കും. ഇരുന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിക്കലുണ്ട്. ആ ബുക്കുകളൊന്ന് വാങ്ങിയാൽ അതിന് ആമുഖത്തിൽ തന്നെ കാണും റഷീദ് അഹമ്മദ് ഗംഗോഹി റാന്ന് ബ്രാക്കറ്റിലിട്ട അതിന്റെ അർത്ഥം റവാനൊന്നുമല്ല, റളിയല്ലാഹു അൻഹു എന്നാണ്. ആ നേതാവാണ് പറഞ്ഞ ചോദ്യം. അങ്ങനെ യാ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ മറുപടി പറയണത്? നിങ്ങള് അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം കോ ഇൽമെ ഗൈബ് നഹീ തോ യാ റസൂലുള്ളാഹ് കഹനാ ബി നാജായിസ് ഹോഗാ. അമ്പിയാക്കന്മാർക്കൊന്നും മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ഇല്ലാന്ന് വെക്കുമ്പോ യാ റസൂലുള്ളാഹ് മുത്തുനബിയെ എന്ന് വിളിക്കലും അനുവദനീയമല്ല. എന്നിട്ട് അവസാന ഭാഗത്ത് പറയാം ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ഉണ്ട്. അത് മുഖേന ദൂരത്തുനിന്ന് വിളിച്ചാലും റസൂലുള്ളാഹ് കേൾക്കും എന്തൊരാൾ വിശ്വസിച്ചാൽ ഏതോ ഖുദ് കുഫ്ർ ഹേ. ഓനാ ചെയ്ത പണി കുഫ്രിയത്താണ്, അഥവാ മതത്തുനിന്ന് പുറത്താണ്. അപ്പൊ ഈ കൊളപ്പറമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഗഫൂർ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിക്റും ചൊല്ലിക്കഴിഞ്ഞു. എന്നിട്ട് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് എന്നിങ്ങനെ മദീനയിലെ റസൂലുള്ളാഹ് നമ്മളെ കേൾക്കും, നമ്മളെ കാണും എന്ന് വിശ്വസിച്ചിട്ട് വിളിച്ചാൽ ഇസ്ലാമെന്ന് പുറത്താണ്, നമ്മൾ കാഫിറാണ്. ഇതല്ലേ മുജാഹിദ് പറഞ്ഞത്, അതല്ലേ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്, അതന്നെയാണ് തബ്ലീഗും പറയുന്നത്. അപ്പൊ പിന്നെ കുത്തുബിയത്ത് ജീലാനി മാസാണ്. ഇന്ന് എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നത് ജീലാനി നഗറിലാണ്, കീശേരിക്കടുത്ത് ഓസുലാദവന്റെ പേരിൽ നടക്കുന്ന. ഇത് കഴിഞ്ഞിന് പോകാനുള്ളതും അങ്ങനെ തന്നെയാണ്. ജീലാനി പരിപാടിയാണ്. ഈ മാസം ജീലാനി തങ്ങളെ മാസാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇത് വിളിച്ചാൽ ബഗ്ദാദിക്ക് കേൾക്കുമെന്നാണ് നമ്മളെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചാൽ അവൻ കാഫിറാകുന്നു എന്നാണ് തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ നേതാവാകുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫത്വ. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലേക്ക് വരുന്ന തബ്ലീഗുകാര് ചിലപ്പോ ഞങ്ങൾ സുന്നിയാണ്, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ സുന്നിയാളെന്നല്ലേ, നമ്മൾ കാര്യം ചെയ്യാം, ഏതായാലും കുത്തുബിയത്തുണ്ട്, ചോറൊക്കെ ഞങ്ങൾ വെച്ചോളാം, നിങ്ങൾ ബരി വിളിച്ചോക്കാണി. അപ്പങ്ങനെ അട്ടന്റെ മുഖത്ത് കിപ്പിട്ടവര്. ഇത് മൗലൂദ് മാത്രല്ല, കുത്തുബിയത്ത് മാത്രല്ല, റസൂലുള്ളാഹിനെ വിളിക്കൽ മാത്രല്ല. ബഹുമാനപ്പെട്ടപ്പോ കഴിഞ്ഞ മാസം റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ പേര് മൗലൂദ് ഓതാത്ത സുന്നി വീടുണ്ടാകും. എത്ര വട്ടം ഓതി നമ്മളൊക്കെ. അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മളെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് വല്ലാത്ത ആവേശം. ഇനിയല്ലേ സാധാരണക്കാരടക്കം സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമർ നബിയുൽ ഹുദാ വഔജദ നൂറു ഖബ്ല ഖൽഖില്ലാഹി വസമ്മാഹു മുഹമ്മദാ. ആവേശത്തിൽ അംദദതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി.
ഇയാളോടൊരു ചോദ്യം,